സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ചാനൽ 1-ന്റെ മഹാരാഷ്ട്ര മിഷന്റെ ഭാഗമായി പകർത്തിയ ചില വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മുടെ മഹാരാഷ്ട്ര മിഷന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാർ പ്രവർത്തിക്കുന്ന ചില ഏരിയകളാണ് ഇത്. മിരജ്, സായംഗ്ലി എന്നീ സ്ഥലങ്ങളിലെ റെഡ് ലൈൻ ഏരിയാസ് ആണ്, ചുവന്ന തെരുവുകൾ എന്ന് പറയും. അവിടെ അങ്ങനെ വലിയ സുവിശേഷത്തിന് പ്രവർത്തനങ്ങളൊന്നും അധികം നടക്കുന്നില്ല. അവിടെ കുടുംബമായി നിന്ന് പ്രവർത്തിക്കുന്ന ചില ദേവദാസന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ചില ജീവിതങ്ങളിൽ കർത്താവിനെ കണ്ടെത്തുവാനിടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടക്കുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകം ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് സ്വതം ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എത്തപ്പെട്ടവരായിരിക്കാം അവരിൽ ഭൂരിഭാഗവും. നമുക്ക് വിശുദ്ധ ബൈബിളിൽ അറിയാം, കർത്താവിന്റെ അരികിലേക്ക് ഒരു സഹോദരിയെ കൊണ്ടുവന്നിട്ട് വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിട്ട് കല്ലെറിയുവാൻ വലിയൊരു പുരുഷാരം അവരുടെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ കർത്താവ് അവരെ ചേർത്ത് നിർത്തി അവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവരുകളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. എന്നിട്ട് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവിനെ അനുഗമിച്ച യാത്രക്കാരുടെ കൂട്ടത്തിൽ വ്യഭിചാര കുറ്റങ്ങളിൽ പിടിക്കപ്പെട്ട സഹോദരിമാരും കർത്താവിനെ പിൻഗമിക്കുന്നതെന്ന് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അകറ്റി നിർത്തേണ്ട, അല്ലെങ്കിൽ അവർക്ക് അവരെ നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമായി കാണരുത്. പ്രിയമുള്ളവർ, സകലരെയും കർത്താവ് സ്നേഹിക്കുന്നു. സകലരുടെയും അരികിലേക്ക് ഈ നല്ല സന്ദേശം കടന്നു ചെല്ലണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടുത്തെ പ്രവർത്തനങ്ങൾ വിശാലമാകണം. ആ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടണം. അവർ ക്രിസ്തുവിലാകണം. അവരൊരു ജോലി എന്നതുപോലെ, ഉപജീവനത്തിനുള്ള ഒരു ജോലി പോലെ ചെയ്യുന്നവരാണ് അതിൽ ഭൂരിഭാഗം ആൾക്കാരും. അവർക്ക് നല്ലൊരു ജോലി സാധ്യത അല്ലെങ്കിൽ മറ്റൊരു വരുമാന സ്രോതസ് ഉണ്ടായി ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് രക്ഷിക്കപ്പെട്ട് വേർതിരിക്കപ്പെടുമ്പോൾ അവരും ദൈവരാജ്യത്തിന്റെ അംശികളായി തീരുമല്ലോ. സ്വതം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. സ്വതം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഹാരാഷ്ട്രയിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇത് സായംഗ്ലി, മിരജ് എന്നീ സ്ഥലങ്ങളാണ്. സ്വതം. ഈ റെഡ് ലൈൻ ഏരിയാസ് വേറെ മുംബൈയിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർ കാണാം. എങ്കിലും നമ്മുടെ ചില പ്രവർത്തന മേഖലകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം അവർക്കായി പ്രാർത്ഥിക്കണമെന്നൊന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ സഹോദരിമാർക്കായി, നമുക്ക് അവിടെയുള്ള സഹോദരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സായംഗ്ലിലും മിറാജിലുമൊക്കെ ഉള്ള കർത്താവെ, ചുവന്ന തെരുവുകളിൽ പൊലിയപ്പെട്ടു പോയ കർത്താവെ സഹോദരിമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന കർത്താവെ, അവരും ഞങ്ങളെപ്പോലെ സമസൃഷ്ടങ്ങളാണ്. ജീവിത യാത്രയിൽ കർത്താവെ വഴി ഇടറിപ്പോയി, അവരുടെ കാലുകൾ ഇടറിപ്പോയി. കർത്താവെ, ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. സ്വർഗമേ അവരോട് ക്ഷമിക്കുകയും അവർക്ക് മടങ്ങി വരുവാനുള്ള അവസരം കൊടുക്കുകയും അവർക്ക് ഉപജീവനത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള വഴികൾ തുറക്കുകയും അവരിൽ കർത്താവെ അങ്ങയുടെ സ്നേഹത്തെ ആകർഷിക്കപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ ദേശങ്ങളിൽ കർത്താവെ വലിയ മാനസാന്തരത്തിനും ഒക്കെ ഇടയാകുന്ന നിലയിൽ പരിശുദ്ധാത്മാവോടെ വ്യക്തികളെ ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബമായി നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ. അവരുടെ ശുശ്രൂഷകളിലൂടെ കർത്താവെ അനേകർ പാപം വിട്ട് തിരിയുവാൻ, മാനസാന്തരത്തിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവ് അവരെ തള്ളിക്കളയുന്നില്ലല്ലോ. കർത്താവെ, അഭിചാരണിയായ സഹോദരിയെ ചേർത്ത് പിടിച്ച് ഇനിയും നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവരുടെ കൊല്ലുവാൻ ആക്രോശിച്ചിരുന്നവരുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ കർത്താവെ, ചില ഹൃദയങ്ങളെ അവിടെ രൂപാന്തരപ്പെടുത്തുകയും നിത്യതയ്ക്ക് യോഗ്യമാക്കി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉള്ളംകരങ്ങളിൽ ആ ദേശത്തെ നൽകുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രവർത്തനങ്ങളിൽ അനേക ആയിരക്കണക്കിന് സഹോദരിമാർ അവിടെ രക്ഷിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിനായും ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരുക്കരങ്ങളിൽ തരുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇതുപോലെ ചുവന്ന തെരുവുകളിലായിരിക്കുന്ന സഹോദരങ്ങളുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി പ്രാർത്ഥിക്കാം. ചിലർ വഴി തെറ്റി വന്ന് പെട്ടുപോയവരുണ്ട്, ചിലർ സ്വമേധയാ വന്നവരുണ്ട്, ചിലർ ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കപ്പെട്ടവരുണ്ട്. വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്ന് പ്രിയ ദേവദാസന്മാർ ഇടയായി തീർന്നു. ചിലർ ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ദേവദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹത്തോടെ ഓടി വരാറുണ്ട് എന്ന് പറഞ്ഞു. സ്വതം. അത് കേട്ടിട്ട് അവർ ദേവദാസന്മാരെ ബഹുമാനിക്കുന്നവരാണ്. അവിടുത്തെ സഹോദരിമാർ സാധാരണ ജനത്തെ കാണുന്നത് പോലെയല്ല, അവരുടെ ക്ലയൻസിനെ കാണുന്ന പോലെയല്ല. ദേവദാസന്മാരോട് വളരെ ഭക്തിയും ബഹുമാനവും കാണിക്കുന്ന സഹോദരിമാരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് കൈത്താങ്ങാകാൻ കഴിയുമെങ്കിൽ നിങ്ങളാലാകുന്നത് ചെയ്യണമെന്നും ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ടിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.
നമ്മുടെ ചാനൽ വണ്ണിൻ്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക്, കമൻറ്റുകളൊക്കെ നിങ്ങൾ പ്രിയമുള്ളവർ ചെയ്യണം. പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വടക്കേ ഇന്ത്യൻ മിഷനുകളിലുള്ള നമ്മുടെ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കൈത്താങ്ങലുകൾ കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിനടിയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ടിയർ.